രാവിലെ തന്നെ തിരക്ക് പിടിച്ച പണിയിലാട്ടോ. ചായയായി, പുട്ടും നല്ല ഗ്രീൻ പീസ് കറിയാണ്, തേങ്ങ പങ്ങ് പാർന്നു, അതിലേക്ക് കുറച്ച് കുരുമുളകും ചേർത്ത് ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടോ. മഴക്കാലമാണ്, നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മുക്കുട്ടിക്ക് ഇന്ന് പലഹാര ബന്ധപ്പെട്ട പാടവായതുകൊണ്ട് ഏതെങ്കിലും ഒരു പലഹാരം ഉണ്ടാക്കിക്കൊണ്ടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തിരക്കാണ്, നാട്ടിൽ ഉണ്ടാക്കി കൊടുത്തത്. റവ ലഡുവാണ് സംഭവം, കിട്ടുവാണ് കേട്ടോ. അച്ഛനാണെങ്കിൽ ഞങ്ങൾ അരിപ്പുട്ട് കഴിക്കുമ്പോൾ അച്ഛന് ഗോതമ്പിനോട് ഇഷ്ടം കേട്ടോ. ചപ്പാത്തി അല്ലെങ്കിൽ ഗോതമ്പുട്ടാണ് ഇഷ്ടം. അച്ഛന് ഉണ്ട് ഗോതമ്പുട്ടൊക്കെ ഉണ്ടാക്കി. ഇതിൽ നല്ല എരിവുള്ള മീൻകറി കൊണ്ട് സംഭവം കിട്ടലാണ് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ കുറച്ച് മത്തിക്കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതും അച്ഛന് കൊടുത്തു. അമ്മുക്കുട്ടി ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ പണി എടുക്കുന്നതിനനുസരിച്ച് അടുക്കള ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്തോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ അത് കാണുമ്പോൾ. അങ്ങനെ വൃത്തിയോടെ കിടക്കണം എനിക്ക് പണ്ട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അവന് പിന്നെ വാരി കൊടുക്കേണ്ട ആവശ്യമില്ല, അവൻ തനിയെ കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഞാനും കഴിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പിന്നെ ഗോതമ്പിട്ടായാലും കുഴപ്പമില്ല, അരിപ്പിട്ടായാലും കുഴപ്പമില്ല, എന്താണെങ്കിലും എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പാടെ തന്നെ എന്തെങ്കിലും ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിന്ന് ചെമ്മീനും നല്ല കുഞ്ഞുമത്തിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ചെമ്മീനുള്ള പച്ചക്കറികളൊക്കെ ഒരു ചട്ടിയിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് വെച്ച് തിരുമ്മി അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അവിടെ കിടക്കട്ടെ, കാരണം മസാലയൊക്കെ ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതങ്ങ് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പുറത്ത് തകൃതിയായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കട്ടെ. അമ്മ കൂടിയാണ് കുഞ്ഞിക്കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു പോകണം, നല്ല രസമായിട്ട് കാണാനായിട്ട്. ഞങ്ങൾ വഴി കാണുന്നത് പ്രത്യേക ഒരു ഭംഗിയാണ്. ബസ് വന്നപ്പോൾ അമ്മൂട്ടി അങ്ങോട്ട് കയറി പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ മൊത്തത്തിൽ നനഞ്ഞിട്ട് വീട്ടിലെത്തിരി കുളിയങ്ങ് പാസ്സാക്കിട്ടോ. കുറച്ച് കുഞ്ഞുമത്തി പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിയൊക്കെ വറ്റിയിട്ടുണ്ട്. അതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വറവിട്ടിട്ടോ. നല്ല ചീര ഉണ്ടായിരുന്നു ഉപ്പേരി, അതിലേക്ക് തേങ്ങയും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് അങ്ങോട്ട് വറവിട്ടിട്ടോ. അത് കഴിഞ്ഞിട്ട് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും അതുകൊണ്ട് പിന്നെ TV കാണാനുള്ള ഇതോട്ടെ നമ്മുടെ പരിപാടി.